സ്നേഹപ്പെട്ട എല്ലാവർക്കും പ്രതിനിധിയിലേക്ക് സ്വാഗതം. നിങ്ങളെ കൈക്കൊള്ളുവൻ എന്നെ കൈക്കൊള്ളുന്നു, എന്നെ കൈക്കൊള്ളുവൻ എന്നെ അയച്ചെന്നെ കൈക്കൊള്ളുന്നു. മത്തായി 10:40 വാക്യം. മതനേതാക്കന്മാർ ദേവാലയത്തെ വാണിഭമാക്കിയതിനെയും അവർ സ്വാധീനം ദുർവിനിയോഗം ചെയ്തതിനെയും എതിർത്തുകൊണ്ട് താൻ അനേകം ശത്രുക്കളെയും സമ്പാദിച്ചു. വർദ്ധിച്ചുകൊണ്ടിരിക്കുന്ന എതിർപ്പുകൾക്ക് നടുവിലും അവിടുന്ന് തൻ്റെ സാന്നിധ്യ സന്തോഷവും വലിയ അത്ഭുതവും തൻ്റെ ശിഷ്യന്മാർക്ക് കൂടുതൽ നൽകുവാൻ ഒരു കാര്യം ചെയ്തു. സൗഖ്യമാക്കാനുള്ള ശക്തി അവൻ അവർക്ക് നൽകി. അവരെ ദൈവരാജ്യം സമീപിച്ചുവെന്ന് അറിയിപ്പാൻ പറഞ്ഞയച്ചു. നിങ്ങളെ കൈക്കൊള്ളുന്നു, എന്നെ കൈക്കൊള്ളുന്നു, ഒപ്പം തന്നെ അയച്ച പിതാവിനെ കൈക്കൊള്ളുന്നു എന്ന് താൻ അവർക്ക് ഉറപ്പ് നൽകി. ജീവിതം മാറ്റിമറിക്കുന്ന സൗഹൃദത്തിൻ്റെ വാഗ്ദാനത്തേക്കാൾ മികച്ചൊരു വാഗ്ദാനം സംഘടിപ്പിക്കാൻ പോലും പ്രയാസമാണ്. മറ്റുള്ളവർക്കായി തൻ്റെ ഭവനം തുറന്നുകൊടു നൽകുന്നു. തൻ്റെ ശിഷ്യന്മാർക്കൊരു പത്രം തണുത്ത വെള്ളം കൊടുക്കുന്ന ചെയ്യുന്നവന് പിതാവിൻ്റെ ഹൃദയത്തിൽ സ്ഥാനം യേശു വാഗ്ദാനം ചെയ്തു. ഈ ഒരു കാര്യം വളരെ വർഷങ്ങൾക്ക് മുമ്പാണ് സംഭവിച്ചതെങ്കിലും അവൻ്റെ വാക്കുകൾ ഇപ്പോൾ നമ്മെ ഓർമ്മിപ്പിക്കുന്നു. ചെറുതും വലുതുമായ കാരുണ്യപ്രവൃത്തിയിലൂടെയും ആദിത്യ മര്യാദയിലൂടെയും ദൈവത്തിൻ്റെ സുഹൃത്തെന്ന നിലയിൽ സ്വാഗതം ചെയ്യപ്പെടാനും ഇപ്പോൾ മാർഗമുണ്ട്. മറ്റുള്ളവർക്ക് അവർക്ക് ഹൃദയം നിങ്ങളോട് തുറപ്പാൻ പരിശുദ്ധാത്മാവ് നടത്തിപ്പിനാൽ നിങ്ങൾ എന്ത് ചെയ്യുവാൻ സാധിക്കും? എങ്ങനെയാണ് അവരെ രക്ഷയിലേക്ക് നയിക്കുന്നത്? പ്രാർത്ഥിക്കാം. പിതാവേ, അങ്ങനെ ആരാധികമായിരിക്കുന്ന അങ്ങനെ സുവിശേഷത്തിൻ്റെ ഭാഗമാൻ അവസരം നൽകിയ നന്ദി. താങ്ക് ഗോഡ്. ഗോഡ് ബ്ലെസ് യു. പുതിയ ദിവസം പുതിയ അനുഭവങ്ങൾ അദ്ദേഹം നടക്കട്ടെ. ഗോഡ് ബ്ലെസ് യു ഇൻ ജീസസ് നെയിം. ആമേൻ.